السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അൽ ഇമാം അൽ മുജദ്ദിദ് അഹ്മദ് ഇബ്ൻ ഹംബൽ റഹിമഹുല്ലയുടെ ഉസൂലുസ്സുന്ന എന്ന കിതാബിൻ്റെ അല്ലെങ്കിൽ റിസാലയുടെ വിശദീകരണമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ മൻഹജിനെ മുറുകെ പിടിക്കലും ബിദ്അത്തുകൾ ഒഴിവാക്കലും മതത്തിൽ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലും ബിദ്അത്തിൻ്റെ ആളുകളുടെ കൂടെ ഇരിക്കുന്നത് ഉപേക്ഷിക്കലും എല്ലാമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെന്ന് അദ്ദേഹം വിശദീകരിച്ചത് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി കഴിഞ്ഞ ഏതാനും ദർസുകളിൽ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് വസ്സുന്നതു ഇൻദന, നമ്മുടെ അടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആസാറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. അസറിൻ്റെ ജംആണ് ആസാർ എന്ന് പറഞ്ഞാൽ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കിയതാണ്. മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറാത്തി, ഒന്നുകിൽ നബിയുടെ വാക്കുകൾ സുന്നത്താണ്, നബി അത് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലെങ്കിലും അതെന്താണ്? സുന്നത്താണ്. രണ്ട്, നബിയുടെ ഫിഅൽ, പ്രവർത്തനം. നബി ഒരു കാര്യം പ്രവർത്തിച്ചാൽ നബി പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ്? സുന്നത്താണ്. മൂന്നാമത്തത് നബിയുടെ അംഗീകാരമാണ്, തഖ്രീറാത്താണ്. നബി പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നബി ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റൊരാൾ ചെയ്തപ്പോൾ അതിനെ തടയാതിരുന്നാൽ മതി. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാർ എന്ന് പറയുന്നത്. അപ്പം നബിയുടെ ഖൗല്, ഫിഅൽ, തഖ്രീറാത്ത്, അംഗീകാരം. വാക്ക്, പ്രവൃത്തി, അംഗീകാരം. വാക്കിൻ്റെ കൂടെ പ്രവൃത്തിയും വേണമെന്നില്ല, പ്രവൃത്തിയുടെ കൂടെ വാക്ക് വേണമെന്നില്ല, അംഗീകാരത്തിൻ്റെ കൂടെ വാക്കോ പ്രവൃത്തിയോ വേണമെന്നില്ല. ഇതിനാണ് നബിയുടെ ആസാർ എന്ന് പറയുന്നത്. അസറിൻ്റെ ജംആണ് ആസാർ. അതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നു വസ്സുന്നതു ഇൻദന, നമ്മുടെ അടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആസാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ സുന്നത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ആദ്യകാല സലഫുകൾ സുന്നത്തിനെ ഉപയോഗിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഫഖീഹുകൾ വാജിബ്, സുന്നത്ത് എന്ന് വേർതിരിച്ചുകൊണ്ട് ഇന്നത് നിർബന്ധമാണ്, ഇന്നത് ഐച്ഛികമാണ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു വേർതിരിവ് നടത്തിയിട്ടുണ്ട്. അതിൽ വിരോധമില്ലതാനും, അൽഹംദുലില്ലാഹ്. എന്നാൽ പൂർവികരായ ആളുകൾ, സ്വഹാബികൾ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നബിയുടെ എല്ലാ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ 5 വക്ത് നമസ്കാരം നബിയുടെ സുന്നത്താണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്തിൽ കാണാം, 5 വക്ത് നമസ്കാരം നബിയുടെ സുന്നത്തിൽപ്പെട്ടതാകുന്നു. ആരെങ്കിലും അതിനെ കൃത്യമായി പാലിച്ചാൽ അവന് ഇങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ 5 വക്ത് നമസ്കാരം സുന്നത്താണെന്ന് പറഞ്ഞാൽ അതാണ് നബി കാണിച്ചു തന്ന ചര്യ. അപ്പോൾ സുന്നത്തിൽ തന്നെ നിർബന്ധമായതും അല്ലാത്തതുമുണ്ട്. അതാണ് സത്യത്തിൽ. സുന്നത്തിൽ വാജിബുമുണ്ട്, മുസ്തഹബുമുണ്ട്.
അപ്പോൾ ആദ്യകാലക്കാർ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നബിയുടെ എല്ലാ ചര്യകളുമാണ്. അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ടോ, ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ടോ, ചെയ്താൽ കൂലിയുണ്ട്, അപ്പോൾ വേണമെങ്കിൽ ചെയ്യാമെന്നൊരർത്ഥത്തിൽ അവരതിനെ കണ്ടിട്ടില്ല. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതെല്ലാം അവർ അമലാക്കി. അതേ സന്ദർഭത്തിൽ മറ്റു തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ് പിൽക്കാലഘട്ടത്തിൽ ഒരു സാങ്കേതിക പദം എന്നുള്ള നിലക്ക് ഇന്നത് വാജിബാണ്, ഇന്നത് സുന്നത്താണ് എന്ന് വേർതിരിക്കപ്പെട്ടത്. അപ്പോൾ ഗ്രന്ഥകർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് നാം സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ടീം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അഖീദയും അത് ഏറ്റവും വലിയ വാജിബാണ്. പ്രധാനമായി ഇവിടെ ഉദ്ദേശിക്കുന്നതും അഖീദയാണ്. വിശ്വാസപരമായ കാര്യങ്ങളിലും മൻഹജിലടക്കമുള്ള നബിയുടെ എല്ലാ ചര്യകളുമാണ് നാം സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്സുന്നത്തു ഇൻദന ആസാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അദ്ദേഹം പറയുന്നു വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആന. വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആന. സുന്നത്ത് ഖുർആനിനെ തഫ്സീർ ചെയ്യുന്നു, വിശദീകരിക്കും. അപ്പോൾ ഖുർആനിൻ്റെ വിശദീകരണമാണെന്ത്? സുന്നത്ത്, നബിയുടെ ആസാറുകൾ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കപ്പെട്ടു, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? അപ്പോൾ പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ജീവിക്കുന്ന മാതൃകയാണ്, തഫ്സീറാണ് നബിയുടെ ജീവിതം. ഖുർആനിൻ്റെ തഫ്സീറാണ് നബിയുടെ ജീവിതം. നബിയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം ഇതൊക്കെ ഖുർആനിൻ്റെ തഫ്സീറാണ്. അപ്പോൾ ഖുർആനിനെ സുന്നത്ത് തഫ്സീർ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 44-ൽ കാണാം, വ അൻസൽന ഇലൈക ദിക്റ. നബിയെ, ഈ ദിക്റിനെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് താങ്കൾ ഇത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടി. അപ്പോൾ വ അൻസൽന ഇലൈക ദിക്റ, ഈ ദിക്റിനെ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസ്, താങ്കൾ ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അപ്പോൾ ഖുർആനിൻ്റെ ബയാൻ, ഖുർആനിൻ്റെ തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കും. ആ തഫ്സീറാണ് നബിയുടെ ജീവിതം. അതേപോലെ തന്നെ ഇതേ അധ്യായം സൂറത്തുൻ നഹ്ലിലെ തന്നെ 64-ൽ കാണാം, വമാ അൻസൽന അലൈക്കൽ കിതാബ, താങ്കൾക്ക് ഈ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ച് തന്നിട്ടില്ല. ഇല്ല, എന്തിനു വേണ്ടിയല്ലാതെ? ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീ, അവർ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലുള്ള ഇഖ്തിലാഫിനെ ഇല്ലാതെയാക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് സൂറത്തുൻ നിസായിലെ 59-ൽ പറഞ്ഞത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിനെ ഖുർആനിലേക്കും പ്രവാചകനിലേക്കും മടക്കണം, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. കാരണം നബി അള്ളാഹു ഏൽപ്പിച്ചതാണെന്ത്? ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീ, ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നബിയെ, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് താങ്കളുടെ മേൽ ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഖുർആൻ മതി, ഹദീസ് വേണ്ട, സുന്നത്ത് വേണ്ട എന്നൊരാൾ പറയുന്നുവെങ്കിൽ ആ വ്യക്തി പറയുന്നത് ഞങ്ങൾക്ക് ഖുർആൻ തന്നെ വേണ്ട. എന്നാൽ ഖുർആൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് സമൂഹം, സാധാരണക്കാരന് വരെ മനസ്സിലാകും. അതുകൊണ്ട് പിശാചി അവനൊരു തന്ത്രം പറഞ്ഞു കൊടുത്തു. എന്താണത്? ഖുർആൻ മതി, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ നിങ്ങൾക്ക് കിട്ടും. കാരണം പറയുന്നത് ശരിയാണല്ലോ എന്ന് ആളുകൾക്ക് തോന്നിയേക്കാം. അങ്ങനെ ഖുർആനിനെ തന്നെ നിഷേധിക്കാൻ വേണ്ടി പിശാച് കണ്ടെത്തിയ തന്ത്രമാണ് ഞങ്ങൾ അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളാണ്, ഹദീസ് വേണ്ട എന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് ഖുർആനിൻ്റെ വിശദീകരണം നബിയുടെ ജീവിതത്തിലുണ്ട്. എങ്കിൽ ഈ ബയാൻ എവിടെ? ഈ ബയാൻ എവിടെ? ആ ബയാനാണ് ഫിസ്സുന്ന, സുന്നയിലുള്ളത്. കാരണം ബയാനുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. എങ്കിൽ ആ ബയാൻ എവിടെ എന്നതിന് അഹ്ലുൽ ഖുർആൻ്റെ ആളുകൾക്ക് മറുപടിയില്ല. നമുക്ക് മറുപടി ഉണ്ട്. ആ ബയാനാണ് സ്വഹീഹായ ഹദീസുകൾ. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ മിഖ്ദാം ഇബ്നി മഅദി കരിബ്
റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. അറിയുക, എനിക്ക് ഖുർആനും അത്ര തന്നെ വേറെയും നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഖുർആൻ മാത്രമല്ല, അത്ര തന്നെ വേറെയും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാണ് വഹ്യ്. അലാ യൂഷിക്കു റജുലുൻ ശബആനുൻ അലാ അരീകതി. എന്നാൽ അറിയുക, സുഖലോലുപനായ ഒരു വ്യക്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ വരാനിരിക്കുന്നു. യഖൂലു, അവർ പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾക്ക് ഖുർആൻ മതി, ഖുർആൻ മതി നമുക്ക്. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ ഫഅഹില്ലു. ഖുർആനിൽ ഹലാലായത് ഹലാലാണ്. വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹരിമു. ഖുർആനിൽ ഹറാമായത് ഹറാമാണ്. ഇപ്പോൾ ഖുർആനിൽ ഹറാമാണെന്ന് വ്യക്തമായി പറയാത്തതൊക്കെ ഹലാലാണ് എന്നാണ് അവരുടെ വാദം. അപ്പോൾ സംഗീതം അനുവദനീയമാണ്. എന്തുകൊണ്ട്? ഖുർആനിൽ അത് നിഷിദ്ധമാണെന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കള്ള് നിഷിദ്ധമാണ്, ഖുർആനിൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഖുർആനിൽ ഹറാമാണെന്ന് പറയാത്തതിനെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ലാ യഹില്ലു ലക്കും ലഹ്മുൽ ഹിമാർ അൽ അഹ്ലി. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ പോറ്റുന്ന, യാത്രക്ക് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പോറ്റുന്ന കഴുതയുടെ മാംസം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇത് ഖുർആനിലില്ല, ഇത് ഖുർആനിലില്ല. അപ്പോൾ റസൂൽ പറയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഹറാമാക്കും, അത് ഖുർആനിലില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിഷേധിക്കരുത്. അങ്ങനെ ഒരു ടീം വരാനുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഒരു ഉദാഹരണം കണ്ട് പറഞ്ഞത്. ഈ കാര്യം മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വലാ കുല്ലു ദീ നാബിൻ മിനസ് സുബഇ, മൃഗങ്ങളിൽ നിന്ന് തേറ്റയുള്ള എല്ലാറ്റിനെയും നിഷിദ്ധമാക്കിയിരിക്കുന്നു. പുലി, പൂച്ച, സിംഹം, കടുവ, ഇതിനൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഹറാമാക്കിയിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹു ഹറാമാക്കിയതുപോലെയാണ്. വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. റസൂലിനെ അനുസരിക്കുന്നവർ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് സുന്നത്ത്. സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവൻ ഖുർആനിനെ തന്നെ തള്ളുന്നവനാണ് എന്ന വലിയ ഒരു അടിസ്ഥാന തത്വമാണ് ഗ്രന്ഥകർത്താവ് മുന്നിൽ വെച്ചത്. വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ. വീണ്ടും അദ്ദേഹം പറയുന്നു, വഹിയ ദലായിലുൽ ഖുർആൻ. ദലീൽ ജം ദലായിൽ, ഖുർആനിൻ്റെ തെളിവുകൾ. ആ തെളിവുകളെ സുന്നത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. അഥവാ ഖുർആനിൻ്റെ ദലീലുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നത് സുന്നത്താണ്. ഉദാഹരണത്തിന് പൊതുവേ പറഞ്ഞ ഒന്നിനെ ഖാസാക്കുന്നത് എന്തായിരിക്കും? സുന്നത്തായിരിക്കും. മുജ്മലായി പറഞ്ഞ ഒന്നിനെ വിശദീകരിക്കുന്ന സുന്നത്തായിരിക്കും. മുജ്മലായി പറഞ്ഞെന്ന് പറഞ്ഞാൽ വ അഖീമുസ്സലാ, നമസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ട്. പക്ഷേ എങ്ങനെ നമസ്കരിക്കണമെന്ന് ഖുർആനിലില്ല, അത് സുന്നത്തിലാണുള്ളത്. കുത്തിബ അലൈക്കുമു സിയാം എന്ന് ഖുർആനിലുണ്ട്, പക്ഷേ നോമ്പിൻ്റെ വിശദാംശങ്ങൾ ഖുർആനിലില്ല. വ അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തീകരിക്കൂ എന്ന് ഖുർആനിലുണ്ട്. പക്ഷേ ഹജ്ജിൻ്റെയും ഉംറയുടെയും ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലില്ല. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു പോയതിനെ വിശദീകരിക്കുന്നു സുന്നത്ത്. പൊതുവേ പറഞ്ഞതിനെ ഖൈദ് വെച്ചുകൊണ്ട് അത് ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹദീസുകൾ പറഞ്ഞിരുന്നു. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, മോഷണം നടത്തിയ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവരുടെ കൈകൾ മുറിക്കണം എന്നാണ്. അപ്പോൾ കൈ എന്ന് പറഞ്ഞാൽ ഇതും കൈയാണ്, ഇതും കൈയാണ്, ഇതും കൈയാണ്. അത് എവിടുന്നാണ് മുറിക്കേണ്ടത്? എവിടുന്നാണ് മുറിക്കേണ്ടത്? അപ്പോൾ അത് നബിയുടെ സുന്നത്തിലേക്ക് നോക്കണം. കൈപ്പത്തിയാണ് മുറിക്കേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ട് മുറിക്കേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ സുന്നത്ത് വേണം അത് മനസ്സിലാക്കി തരാൻ. ഇപ്രകാരം മൊത്തത്തിൽ പറഞ്ഞതിനെ ഖാസാക്കിക്കൊണ്ടും ഖൈദുകൾ വെച്ചുകൊണ്ടും അഥവാ നിബന്ധനകൾ വെക്കുന്നത്, സൂചന നൽകുന്നതിനെ കൂടുതൽ വിശദീകരിക്കുന്നത്, ഇതൊക്കെ സുന്നത്താണ്. സുന്നത്തിനെ മാറ്റി നിർത്തി ഹദീസുകളെ ഖുർആനിനെ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും തറക്തു ഫീക്കും അമ്രൈൻ എന്ന് പറഞ്ഞത്. ഞാൻ രണ്ട് കാര്യം വിട്ടേച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത്.
ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ. അത് രണ്ടിനെയും മുറുകെ പിടിക്കണം എന്നാണ് പറഞ്ഞത്, ഒന്നിനെയല്ല. അതേപോലെ തന്നെ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ അദ്ദു അലൈഹാ ബിന്നവാജിദ്. ഇങ്ങനെയൊക്കെ ഹദീസിൽ വന്നത് സുന്നത്തിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരാൾക്ക് മതമനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഹദീസുകൾ പഠിക്കുകയും ഹദീസുകളെ അംഗീകരിക്കുകയും വേണം എന്ന തത്വവും അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, വലൈസ ഫിസ്സുന്നത്തി ഖിയാസുൻ. സുന്നത്തിൽ ഖിയാസില്ല, താരതമ്യമില്ല. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഖാസ യഖീസു, ഖിയാസൻ, താരതമ്യം ചെയ്യുക. അതങ്ങനെയാണ് ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സുന്നത്തിൽ സ്ഥിരപ്പെട്ടാൽ പിന്നെ മറ്റു വിഷയങ്ങളോട് താരതമ്യം ചെയ്തോ ന്യായങ്ങൾ പറഞ്ഞോ മറ്റു തങ്ങളുടേതായ ചില നിലപാടുകളും കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചോ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ നിഷേധിക്കാനോ പാടില്ല. അതാണ് വലൈസ ഫിസ് സുന്നത്ത് ഖിയാസ്. എന്നാൽ ഫിഖ്ഹിൻ്റെ പ്രധാനപ്പെട്ട 4 തെളിവ് പിടിക്കലിൽ ഒന്നെന്താണ്? ഖിയാസാണ്. ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്. ഉദാഹരണത്തിന് പുകവലി ഹറാമാണെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുന്നു. എവിടെ പുകവലി ഹറാമാണെന്ന് ഖുർആനിൽ? ഇല്ല. എവിടെ പുകവലി ഹറാമാണ് എന്ന് സുന്നത്തിലില്ല. അപ്പോൾ പിന്നെ ഖിയാസ് ചെയ്യണം. എന്താണത്? മദ്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇസ്മുൻ കബീറുൻ, ഒരുപാട് ഉപദ്രവം അതിലുണ്ട്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലൂക, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലാക്കരുത്. അപ്പോൾ പുകവലി അതുണ്ടാക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് നിങ്ങളെ കൊല്ലും. പിന്നെ വളരെ കൃത്യമായി അപ്പോൾ അതിനോട് ഖിയാസ് ചെയ്ത് ഉലമാക്കൾ പറഞ്ഞു ഹറാം. ഇതൊരു രീതിയാണ്. പക്ഷെ അത് എവിടേക്കാണ് മടങ്ങിയത് ശരിക്ക്? ഇതിനൊക്കെ തെളിവ് ഖുർആനിലും ഹദീസിലും തന്നെയാണ്. ആ പർട്ടിക്കുലർ വിഷയത്തെ പറഞ്ഞിട്ടില്ല എന്നേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിലേക്ക് സൂചന നൽകുന്നെല്ലാം ഉണ്ടാകും. ഇത് ഫിഖ്ഹിൽ മസ്അലകളിൽ നസ്സിനെതിരെ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഒന്നിനെ എതിർക്കാൻ വേണ്ടിയല്ല, മറിച്ച് സ്ഥിരപ്പെട്ട ഒന്നിനെ ഉപയോഗപ്പെടുത്തി ഒരു തിന്മയെ തടയാൻ വേണ്ടിയുള്ള ഖിയാസാണ്. അത്തരം ഖിയാസ് ഇസ്ലാമിലുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ഖിയാസ് അതല്ല. വലൈസ ഫി സുന്നത്ത് ഖിയാസ് എന്ന് പറഞ്ഞാൽ സുന്നത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ ന്യായങ്ങൾ പറഞ്ഞ് അതിനെ തള്ളുന്നതിനാണ് ഖിയാസ് എന്ന് പറയാം. ഏറ്റവും ആദ്യം അങ്ങനെ ഒരു പ്രവണത കാണിച്ചത് ചരിത്രത്തിൽ ആരാണ്? ആദ്യമായി ഖിയാസ് പറഞ്ഞത് ഇബ്ലീസ്. അഹ്സൻത്. അവ്വലു മൻ ഖാസ ഇബ്ലീസ്. ഇബ്ലീസിനോട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നസ്സ് സ്ഥിരപ്പെട്ടു, എന്താണ്? സുജൂദ് ചെയ്യണം. ഖലാസ്. അപ്പോഴാണ് അതെങ്ങനെ ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, ആദമിനെ മണ്ണിൽ നിന്ന്. അപ്പം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആൾക്ക് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? ഇതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വർദ്ധിച്ചു വന്ന ഒരു ദുഷ്പ്രവണതയാണത്. അക്കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഈ ഖിയാസ് എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞ സുന്നത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഖലാസ്, പിന്നെ വേറെ വർത്താനല്ല. അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ, അപ്പം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവൂലേ, അതങ്ങനെയല്ലേ, ഇങ്ങനെ ചോദിച്ചാണ് ഹദീസ് നിഷേധം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ, നിങ്ങൾ പലിശ തിന്നരുത്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അതെന്താ പലിശക്ക് എന്താ കുഴപ്പം? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, കച്ചവടവും. അപ്പോൾ കച്ചവടം എങ്ങനെയാണ് ശരിയാവുക? നോക്കൂ ന്യായീകരണം. കാരണം നിങ്ങൾ 10 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങി നിങ്ങൾ 15 രൂപക്ക് വിറ്റു. 10 മുടക്കി 15 നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതേപോലെ ഞാൻ 10,000 കൊടുക്കുന്നു, 15,000 വാങ്ങുന്നു. അപ്പോൾ പലിശയും കച്ചവടവും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ? രണ്ടിനും കിട്ടിയത് ലാഭം തന്നെയല്ലേ? പൈസ ഇരട്ടിച്ചില്ലേ? അപ്പോൾ പിന്നെന്താ കുഴപ്പം? അപ്പം അതിനെന്താണ് മറുപടി? വ അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ. ഖലാസ്. പലിശ അള്ളാഹു
ഹറാമാക്കി, കച്ചവടം ഹലാലാക്കി. പിന്നെ അതിൽ വേറെ വർത്താനല്ല. എന്നാൽ അതെന്താ പിന്നെ അങ്ങനെ എന്ന് ചോദിക്കുന്ന പ്രവണത പോലും സ്റ്റോപ്പ് ചെയ്ത് കളയണം. കാരണം അത് ഇബിലീസാണ്. ആദ്യം തുടങ്ങി വെച്ച ഇബിലീസാണ്. അവ്വലു മൻ ഖാസ ഇബിലീസാണ്. സ്ത്രീകൾക്ക് സ്വർണം അനുവദനീയമാണ്, പുരുഷന്മാർക്ക് അനുവദനീയമല്ല. അതെന്താ അങ്ങനെ? പുരുഷന് സ്വർണം ധരിച്ചപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? മ്യൂസിക് കേട്ടാൽ എന്താണ്? സംഗീതം കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ട്? ഒക്കെ ഖിയാസാണ്. വലൈസ ഫി സുന്നത്തി ഖിയാസു, സുന്നത്തിൽ ഖിയാസില്ല. അത്തരം സുന്നത്ത് അഥവാ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരിലുള്ള വർത്തമാനങ്ങൾക്ക് പ്രസക്തിയില്ല. സൂറത്തു നിസായിൽ 65 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലാ വറബ്ബിക്, നിൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുകയില്ല, അവർ വിശ്വസിക്കുകയില്ല ശരിയായ ഈമാൻ, കാമിലായ ഈമാൻ, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതിൽ അവർ നിങ്ങളെ, നബിയെ, താങ്കളെ ഹാക്കിമാക്കുന്നത് വരെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജ, പിന്നെ അവരുടെ നഫ്സിൽ ഒരു പ്രയാസവും തോന്നാൻ പാടില്ല, മിമ്മാ ഖദൈത, താങ്കൾ വിധിച്ചതിൽ, വയുസല്ലിമു തസ്ലീമ, വയുസല്ലിമു തസ്ലീമ, പരിപൂർണമായ ഇസ്ലാം, പരിപൂർണമായ അനുസരണം. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. ഒരു മുഅ്മിനിനോട് ഇതാ അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തേ പറയാനുള്ളൂ? സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതിലപ്പുറം ഒരു വർത്തമാനം അവർക്ക് പറയാൻ പാടില്ല. അതേപോലെ തന്നെ സമാനമായ ആശയങ്ങൾ ധാരാളമുണ്ട്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ പാടില്ല, അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ സ്വന്തമായ ഒരു അഭിപ്രായം ഇതിലുണ്ടാവാൻ പാടില്ല. അത് പറയാനേ പാടില്ല എന്നർത്ഥം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വഫീ ഹാദൽ മഅന ആയാത്തുൻ കസീറ വ അഹാദീസുൻ അദീദ. ധാരാളം ആയത്തുകളും എണ്ണമറ്റ ഹദീസുകളും ഈ മഅനയിൽ വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ശേഷം അദ്ദേഹം പറയുന്നു, വലാ തുദ്റബു ലഹൽ അംസാൽ, വലാ തുദ്റബു ലഹ അൽ അംസാൽ. ഒരു സുന്നത്ത് പറയപ്പെട്ടാൽ അതിന് പിന്നെ നിങ്ങൾ മറ്റു ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, മറ്റു ഉപമകൾ പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്യരുത്? തള്ളരുത്. വേറൊന്നിനോട് താരതമ്യപ്പെടുത്തിയിട്ട് അതങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ എന്ന് ചോദിക്കരുത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഹൈദുകാരിയായ സ്ത്രീക്ക് നോമ്പ് നോറ്റു വിട്ടണം, എന്നാൽ നമസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. അതെന്താ അങ്ങനെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ചോദ്യം, അഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയാണോ, നീ ഖവാരിജിൽപ്പെട്ട സ്ത്രീയാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരാണ് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുക. യുക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ഇതിങ്ങനെ ഉണ്ടല്ലോ അപ്പം പിന്നെ അതങ്ങനെ ആവണ്ടേ. ഹറൂറിയത്തുൻ അൻതി, കാരണം അന്നും സ്വഹാബികൾക്കിടയിൽ തന്നെ വ്യതിയാന കക്ഷികൾക്ക് പേരിട്ടിട്ട് നീ ആ ടീമാണോ എന്ന് ചോദിക്കുന്ന ചര്യ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അതൊരു വലിയ അബദ്ധമൊന്നുമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വ്യത്യസ്തങ്ങളായ വ്യതിയാന ആദർശങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ടീമുകളായി വർക്ക് ചെയ്യുന്ന അവർ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ നീ ഇന്ന ടീമാണോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നീ ഇന്ന ആളാണോ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പാണോ എന്ന് ചോദിക്കുന്നതിനൊരു കുഴപ്പമില്ല. ആ ഗ്രൂപ്പ് അത് പരസ്യമായി പ്രചരിപ്പിക്കുന്ന ടീമാണെങ്കിൽ. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. ഹറൂറിയാക്കൾ ഖവാരിജികളുടെ മറ്റൊരു പേരാണ്. അതായത് ഹറൗറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടി. ആ സ്ഥലത്തിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ ചില ആളുകൾക്ക് ചില നാടിൻ്റെ അത് ആ പേരും ഞാൻ പറയുന്നില്ല, ചില നാടുകളിലേക്ക് പേര് ഇതാക്കിയിട്ട് നീ ഇന്ന ആളാണോ എന്ന് ചോദിക്കും. ആ നാടിൻ്റെ പേരാണത്. അപ്പോൾ ഹറൗറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വഹാബത്തിനെതിരിൽ ഖവാരിജികൾ ഒരുമിച്ച് കൂടി. അതുകൊണ്ടാണ് ഖവാരിജികൾക്ക് ആ പേര് വന്നത്, ഹറൂറിയാക്കൾ. ഹറൂറിയത്തിൻ അൻതി, നീ ഹറൂറിയാണോ ഇങ്ങനെ ചോദിക്കാൻ. എന്നിട്ട് പറഞ്ഞു, അത് അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത്, റസൂൽ അങ്ങനെയാണ് പറഞ്ഞത്, ഖലാസ്. അലി റളിയല്ലാഹു തആല അങ്ങ് പറഞ്ഞില്ലേ, ചില ആളുകൾ ചോദിക്കും, ഹുഫയുടെ മേലെയാണ് തടവേണ്ടത്,
സത്യത്തിൽ തടവേണ്ടത് എവിടെയാണ്? അഥവാ തടവാണെങ്കിൽ തടവേണ്ടത് താഴെയല്ലേ? നിലത്ത് വെക്കുന്നത് കാലിൻ്റെ അടിഭാഗമല്ലേ? മേലെ തടവിയിട്ട് എന്താ കാര്യം? പക്ഷേ സെമിയാനാവാത്താണ്. അള്ളാഹു റസൂലും പറഞ്ഞു ഖലാസ്, പിന്നെ അതിനപ്പുറത്ത് വേറെ വർത്തമാനമില്ല. അതാണ് വലാ തുദ്റബു ലഹൽ അംസാൽ, ഉപമകൾ പറയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തീ സ്പർശിച്ചതിൽ നിന്ന് വുളു എടുക്കണമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേവിച്ച മാംസം കഴിച്ചാൽ, അത് ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഒക്കെ ആദ്യത്തെ നിയമം അതായിരുന്നു, വുളു എടുക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് മൻസൂഖായി, അത് ക്യാൻസൽ ചെയ്തിട്ട് ഒട്ടക മാംസത്തിൽ മാത്രം അതിനെ പരിമിതപ്പെടുത്തി, അല്ലാത്തതിന് വുളു എടുക്കണമെന്നില്ല. പക്ഷേ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, കാരണം ഹദീസിൽ പറഞ്ഞ എന്താണ്? തീ സ്പർശിച്ചതിൽ നിന്ന് വുളു എടുക്കണം. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ മാംസമാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ വുളു എടുക്കണോ? തീ സ്പർശിച്ചിട്ടുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് വാത്സല്യപൂർവ്വം പറഞ്ഞു, യാ ബുനൈ, പൊന്നുമോനെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് പറഞ്ഞാൽ ഇതുപോലെ അതിനെ തർക്കുത്തരം കൊണ്ട് നേരിടരുത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അവിടെ അദ്ദേഹം ഉപയോഗിച്ച പദം ഇദാ ഹദ്ദസ്തുക ഹദീസൻ, ഞാൻ നിനക്കൊരു ഹദീസ് പറഞ്ഞിരുമ്പോൾ ഫലാ തുദ്റബു ലഹുൽ അംസാൽ, ഫലാ തദ്രിബു ലഹു അൽ അംസാൽ, അതിന് ഇതേപോലത്തെ ഉപമകൾ പറയരുത്. അങ്ങനെ യുക്തിന്യായം കൊണ്ട് പലതും ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സഫിൽ, നമ്മുടെ നാട്ടിലെ വലിയൊരു പണ്ഡിതൻ ചോദിച്ചതാണ്, സഫിൽ ചേർന്ന് നിൽക്കണം, ചേർന്ന് നിന്നാൽ പിശാച് അതിലൂടെ കയറൂല. അപ്പോൾ അയാൾ ചോദിക്കാം, അപ്പോൾ രണ്ട് കാലിങ്ങനെ വെച്ചല്ല ആ കാലിൻ്റെ ഇടയിൽ വന്നൊന്നൂടെ? നോക്കൂ, ആരോടായി ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, തൻ്റെ യുക്തിക്കനുസരിച്ച് അത്തരം ഹദീസുകളൊക്കെ തള്ളാൻ വേണ്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ്. അതൊരിക്കലും പാടില്ല. വലാ തുദ്റബു ലഹൽ അംസാൽ വലാ തുദ്റകു ബിൽ ഉഖൂൽ, അഖ്ല് കൊണ്ട് ഹദീസിൽ പറയപ്പെട്ട കാര്യങ്ങളെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റില്ല. പറ്റുന്നതുണ്ടാകും, പറ്റാത്തതുമുണ്ടാകും. അതുകൊണ്ട് തന്നെ അഖ്ല് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. വലൽ അഹ്വ, ദേഹേച്ഛ കൊണ്ടും. അപ്പം നിങ്ങൾ സുന്നത്തിനെ അഹ്വാവ് കൊണ്ടും അഖ്ല് കൊണ്ടും എന്ത് ചെയ്യരുത്? അളക്കരുത്. ബുദ്ധി കൊണ്ടും ദേഹേച്ഛ കൊണ്ടും നിങ്ങൾ സുന്നത്തിനെ അളക്കരുത്. അങ്ങനെയാണ് ധാരാളം പിഴച്ച കക്ഷികൾ ഉണ്ടായത്. നഖലിനേക്കാൾ അഖ്ലിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെയാണ് മുഅ്തസിലിയാക്കൾ ഉണ്ടായത്. അതുകൊണ്ടാണ് മുഅ്തസിലിയാക്കൾ സിഹറിനെ നിഷേധിക്കുന്നു, മുഅ്തസിലിയാക്കൾ കണ്ണേറിനെ നിഷേധിക്കുന്നു, മുഅ്തസിലിയാക്കൾ ഒട്ടനവധി ഹദീസുകളെ നിഷേധിക്കുന്നു, മുഅ്തസിലിയാക്കൾ അള്ളാഹുവിൻ്റെ ധാരാളം സിഫാത്തുകളെ നിഷേധിക്കുന്നു. ഇതേ സ്വഭാവമുള്ളവർ ഇന്ന് നമ്മുടെ നാട്ടിലുമുണ്ട്. അവർ കണ്ണേറിനെ നിഷേധിക്കുന്നു, അവർ അതേപോലെയുള്ള സിഹറിനെ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവർ നിഷേധിക്കുന്നു, അവർ യുക്തിയുടെ ബുദ്ധിയുടെ പേര് പറയുകയും ചെയ്യുന്നു. അതാണ് നഖലിനേക്കാൾ അഖ്ലിന് പ്രാധാന്യം കൊടുക്കുന്നവർ. എന്നാൽ നമ്മുടെ തത്വം എന്താണ്? ഇദാ സബത നഖ്ലു ബത്തലൽ അഖ്ലു. എന്താണ്? ഇദാ സബത നഖ്ലു ബത്തലൽ അഖ്ലു. നഖ്ല് സ്ഥിരപ്പെട്ടാൽ പിന്നെ ബുദ്ധിക്ക് അവിടെ പ്രവേശനമല്ല. പിന്നെ അതെന്താ അങ്ങനെ എങ്ങനെ എന്നുള്ളതിന് പ്രവേശനമില്ല. അതുകൊണ്ട് വലാ തുദ്റകു ബിൽ ഉഖൂൽ, അഖ്ല് കൊണ്ട് അതിനെ നേടിയെടുക്കുക സാധ്യമല്ല. വലൽ അഹ്വ, ദേഹേച്ഛ കൊണ്ടും. ഇന്നമാ ഹുവൽ ഇത്തിബാഉ വ തർകുൽ ഹവ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നമാ, നിശ്ചയമായും, ഹുവ അൽ ഇത്തിബാ, ഇത്തിബാ മാത്രമാണ്, പിന്തുടരുക. ഇത്തിബാഅൻ വ തർകുൽ ഹവ, ഹവയെ ദേഹേച്ഛയെ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, തൻ്റെ ആരാധ്യനെ തൻ്റെ ഹവയെ ആക്കി തിരഞ്ഞെടുത്തവനെ കണ്ടില്ലെന്ന്. അതിന് രണ്ട് തഫ്സീറുണ്ട്. ഒന്നെന്താണ്? ഒരു തഫ്സീർ തന്നിഷ്ടപ്രകാരം ദൈവങ്ങളെ സ്വീകരിക്കുന്നവർ. ഇന്നലെ വരെ ഞാൻ ഇന്നാളെ ഭക്തനാണ്, നാളെ ഞാൻ വേറെ ഭക്തനാണ്. ഇന്നലെ വരെ കൃഷ്ണഭക്തൻ, ഇന്ന് വിഷ്ണു ഭക്തൻ. ഇന്നലെ വരെ മൊയ്തീൻ ഷേഖിൻ്റെ ആളായിരുന്നു, പക്ഷേ അധിക ദുആകൾക്കൊന്നും ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ റിഫായി ഷേഖിലേക്ക് മാറാണ്. മമ്പർത്ത തങ്ങളായിരുന്നു ഇത്രയും കാലം വിളിച്ചിരുന്നത്, അതിനെ ഒഴിവാക്കിയതിന് CM മടവൂരിലേക്ക് മാറുകയാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ദൈവങ്ങളെ സ്വീകരിക്കുന്നവർ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. ഹലുവ കൊണ്ടും മറ്റുമൊക്കെ ദൈവത്തെ ഉണ്ടാക്കി രൂപമുണ്ടാക്കും, വിശന്നാ അത് തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യും. ഒരു കല്ല് അങ്ങനെ അവർ ചെയ്തിരുന്നു എന്നാണ്. ഹലുവ കൊണ്ടും പലഹാരം കൊണ്ടും ദൈവങ്ങളെ ഉണ്ടാക്കി, വിശക്കുമ്പോൾ അത് കഴിക്കും. അതേപോലെ തന്നെ അവരുടെ മനസ്സിൽ തോന്നിയ സങ്കല്പങ്ങൾക്കനുസരിച്ച് വിഗ്രഹങ്ങളെ കൊത്തിയുണ്ടാക്കും.
അപ്പം ഇങ്ങനെ അവരുടെ മനസ്സിലുള്ള രൂപമായിരിക്കും വരിക. അപ്പോൾ ഇതും ഇവിടെയുള്ള മനുഷ്യനും തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം? അപ്പോൾ 2 കൈ, 10 തല, മനുഷ്യൻ്റെ ശരീരം വേറൊന്നിൻ്റെ മനുഷ്യനെ അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ദേഹേച്ഛക്കനുസരിച്ച് ദൈവങ്ങളെ സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഒരു തഫ്സീറാണ്. രണ്ടാമത്തെ തഫ്സീർ, സ്വന്തം താല്പര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനം നൽകുക. അതാണ് യുക്തിവാദി, നിരീശ്വരവാദി, സ്വതന്ത്ര ചിന്തകർ, ഈ പറഞ്ഞ ഹവയുടെ ആളുകളൊക്കെ അങ്ങനെയാണ്. അവർ ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ആരെ അനുസരിക്കുന്നു? ദേഹേച്ഛയെ അനുസരിക്കുന്നു. ശരിക്കും അവർ ദേഹേച്ഛയുടെ ആബിദുകളാണ്. ദേഹേച്ഛയാണ് അവരുടെ മഅബൂദ്. കാരണം ദേഹേച്ഛ പറയുന്നത് പോലെയാണ്. അതാണ് സ്വതന്ത്ര ചിന്ത, യുക്തി ചിന്ത, എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. അവൻ നിരീശ്വരവാദിയല്ല, അവനൊരു ദൈവമുണ്ട്. ആരാണത്? അവൻ ദൈവമാക്കിയത് അവൻ്റെ ഹവയെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഹവയെ ശക്തമായി നിരാകരിക്കുന്നു. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. അള്ളാഹുവിൽ നിന്നുള്ള ഹുദയെ സ്വീകരിക്കണം. ജനങ്ങളുടെ ജൽപ്പനങ്ങൾക്ക് സ്ഥായീഭാവമില്ല. കുട്ടിക്കാലത്ത് ആഗ്രഹങ്ങളല്ല ബാല്യകാലത്ത്, ബാല്യകാലത്ത് ആഗ്രഹങ്ങളല്ല കൗമാരത്തിൽ, കൗമാരത്തിലെ ചിന്തകളും ഇഷ്ടങ്ങളുമല്ല യുവാവായിരിക്കുമ്പോൾ, യുവാവിൻ്റെ കാഴ്ചപ്പാടല്ല മധ്യവയസ്കനായ ഒരാൾക്ക്, അയാളുടെ കാഴ്ചപ്പാടല്ല വാർദ്ധക്യം ചെന്നൊരാൾക്ക്. പെണ്ണ് ചിന്തിക്കുന്നത് പോലെയല്ല ആണ് ചിന്തിക്കുന്നത്, പൈസക്കാരൻ ചിന്തിക്കുന്ന പോലെയല്ല പാവപ്പെട്ടവൻ ചിന്തിക്കുന്നത്. മനുഷ്യനെ ഏൽപ്പിച്ചാൽ ചിന്നിച്ചെതറിപ്പോവും. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. അപ്പോൾ ആര് ഇടപെടണം? ഈ വക കാര്യങ്ങൾക്കൊന്നും വിധേയനല്ലാത്ത ഒരു സ്രഷ്ടാവിന് മാത്രമേ സമഗ്രമായൊരു നിയമം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം പ്രായം ഇല്ല, മെയിൽ ഫീമെയിൽ ഇല്ല, വാർദ്ധക്യം എന്നുള്ളതില്ല, സൃഷ്ടികളുടെ യാതൊരു ദുർബലതയും സ്രഷ്ടാവിനില്ല. അതുകൊണ്ട് സ്രഷ്ടാവിനെ പിൻപറ്റലാണ് ഏറ്റവും വലിയ യുക്തി. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിനെ മാറ്റിവെച്ച് ദേഹേച്ഛയെ പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട്? അപ്പോൾ ഉസൂലു സുന്നത്തി ഇൻദനാ, നമ്മുടെ അടുക്കൽ സുന്നത്തിൻ്റെ ഉസൂലിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ ഈ 2 വരികൾ. സുന്നത്ത് ഖുർആനിനെ തഫ്സീർ ചെയ്യുന്നു, അത് ദലായിലുൽ ഖുർആനാണ്. സുന്നത്തിൽ ഖിയാസില്ല. വലാ തുദ്റബു ലഹൽ അംസാലു വലാ തുദ്റകു ബിൽ ഉഖൂലി വലൽ അഹ്വാ ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർക്കുൽ ഹവ. ഈ വരി അംഗീകരിച്ച ഒരാൾ ഒരു ബിദ്അത്തിലും പിന്നെ പെടൂല. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ കൊണ്ട് തുടങ്ങിയത്. പിന്നീട് അഹ്ലുസുന്നയുടെ വ്യത്യസ്തങ്ങളായ ചില വിഷയങ്ങളിലേക്കാണ് ഗ്രന്ഥകർത്താവ് പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.